കൊന്നപ്പൂക്കൾ എപ്പോഴും മനോഹരമാണ്, പ്രത്യേകിച്ച് ചാരക്കൊന്നകൾ. മീനമാസം കഴിഞ്ഞതോടെ ചാരക്കൊന്ന വസന്തവും പതിയെ അവസാനിക്കുകയാണ്. വസന്തകാലം സമ്മാനിച്ച ഓർമ്മകളും പേറിയുള്ള കാത്തിരിപ്പാണിനി മറ്റൊരു മഞ്ഞ വസന്തത്തിനായി. പ്രണയത്തിന്റെ നിറം മഞ്ഞയാണെന്ന് വാങ്കോക്ക് പറഞ്ഞത് വെറുതെയല്ല. ആർക്കും പ്രണയം തോന്നിപ്പോകും. അത്രത്തോളം വശ്യതയിൽ കാഴ്ചക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന മറ്റേത് നിറമാണുള്ളത്? മഞ്ഞവർണ്ണം ചാലിച്ച പൂവുകൾക്കും അതേ മനോഹാരിതയുണ്ട്. മീനച്ചൂടിൽ വാടി തളരാത്തവരില്ല. മണ്ണിനും വിണ്ണിനുമിടയിൽ ജീവനുള്ളതൊക്കെ നിറം മങ്ങി നിൽക്കുമ്പോഴും ചുറ്റും വസന്തകാലം തീർക്കുകയാണ് ചാരക്കൊന്നകൾ. കാഴ്ചയിലൂടെ മനം നിറയ്ക്കുന്ന പൊന്നിൻ വസന്തം. മഞ്ഞുവീണ വഴിയോരങ്ങളിലും മഞ്ഞവെയിൽ തിളക്കമുള്ള ചില്ലകളിലും മഞ്ഞ വസന്തമാണ്. നഗരത്തിനകത്ത് എവിടെയും എപ്പോഴും കാണാം സ്വർണ്ണ തിളക്കമുള്ള ഈ കാഴ്ച. മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്നവർക്കായി മാത്രം പൂക്കുന്ന പോലൊരു മരം. പ്രണയമൊട്ടുകൾ എന്നപ്പോൾ മരം ഇവിടെ പൂത്തു തളിർക്കുന്നു. കാണുന്നവന്റെ ഉള്ളു നിറയ്ക്കും വിധം ഈ കൊടും വേനലിൽ ഇവയ്ക്കിങ്ങനെ പൂത്തു നിൽക്കാൻ കഴിയുന്നത് തന്നെ ഒരത്ഭുതമാണ്. വഴിയോരങ്ങളിലും കലാലയങ്ങളിലുമൊക്കെയായി മഞ്ഞപ്പൂക്കളോടുകൂടി വേനൽക്കാലത്ത് വസന്തം തീർക്കുന്ന ഇലപൊഴിയും മരമായ ചാരക്കൊന്നയെ ശാസ്ത്രീയമായി പെൽറ്റോഫോറം ടെറോകാർപ്പം എന്നാണ് വിളിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ആകണം നമ്മുടെ നാട്ടിലേക്ക് ഇവ ചേക്കേറിയത്. വളരെ വേഗതയിൽ 3 വർഷം കൊണ്ട് തന്നെ ഏകദേശം 9 മീറ്റർ വരെ ഉയരം വെക്കുന്ന ഈ പൂമരം 4-ാം വർഷം തന്നെ പൂത്തു തുടങ്ങും. പിന്നെയുള്ള കാഴ്ച ഇതാണ്. വനവൽക്കരണത്തിനും മണ്ണിൽ നൈട്രജന്റെ തോത് വർദ്ധിപ്പിക്കാനുമായി ചാരക്കൊന്ന നട്ടു വളർത്താറുണ്ട്. മരത്തിൽ നിന്ന് മൂറി വരുന്ന കറ ചിലയിടങ്ങളിൽ നാട്ടുമരുന്നായും ഉപയോഗിക്കുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇപ്പോൾ പലയിടങ്ങളിലും ചാരക്കൊന്ന വസന്തമാണ്. എവന്യൂ ട്രീ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും ഇവ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എന്റെ വസന്തം ഇലമൂടിയ കൊന്നമരങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്നു. വീണ്ടും ഒരു മീനമാസത്തിനായി കാത്തിരിക്കുന്നു. നന്ദിതയെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് അടുത്ത മീനമാസത്തിനായി, വീണ്ടും ഒരു പൊൻവസന്തത്തിനായി. ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.